കായംകുളം നഗരസഭയിൽ അമൃതം പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള വലിയ പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്നതിനായി പുതിയ റോഡുകൾ ഇളക്കേണ്ടി വരുമ്പോൾ റോഡുകൾ പൂർവ്വസ്ഥിതിയിൽ ആക്കുന്നതിനുള്ള പണം നഗരസഭയിൽ കെട്ടിവെക്കണമെന്ന വ്യവസ്ഥ ലംഘിച്ച് കരാറുകാർ പ്രവൃത്തി ആരംഭിച്ചതിൽ CPM പ്രതിഷേധിച്ചു. പണം ഒടുക്കിയതിനു ശേഷമല്ലാതെ പണി ആരംഭിച്ചാൽ അത് അനുവദിക്കുകയില്ലെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് S. കേശുനാഥ് പറഞ്ഞു. കായംകുളം നഗരസഭയിൽ അമൃതം പദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയ പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുമ്പോൾ പുതിയതായി നിർമ്മിച്ച റോഡുകൾ ഇളക്കുന്ന സാഹചര്യമുണ്ടായാൽ അത്തരം റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനുള്ള പണം എസ്റ്റിമേറ്റ് അനുസരിച്ച് നഗരസഭയിൽ നിക്ഷേപിക്കണം എന്നുള്ള വ്യവസ്ഥ ലംഘിക്കുന്നതിനെതിരെ CPM രംഗത്തെത്തി. കായംകുളം നഗരസഭാ പരിധിയിൽ അമൃതം പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന പ്രവൃത്തി കഴിഞ്ഞ വർഷം ഇവിടെ റോഡ് കുഴിക്കാൻ വന്നപ്പോൾ ഞങ്ങൾ തടഞ്ഞിട്ടതാണ്. ഇവിടെ യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ഇത്തരത്തിൽ റോഡ് കുഴിച്ച് പൈപ്പിടുന്നത്. യഥാർത്ഥത്തിൽ നഗരസഭ ഈ റോഡ് വാട്ടർ അതോറിറ്റിക്ക് വിട്ടു നൽകേണ്ടതാണ്. അങ്ങനെ വിട്ടു നൽകാതെ ഈ വാട്ടർ അതോറിറ്റി ഏകപക്ഷീയമായി ഇവിടെ പൈപ്പ് ലൈൻ കുഴിക്കുന്നതിന് വേണ്ടി കുഴിയെടുക്കുന്നതിന് വേണ്ടി വരികയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ റോഡ് ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം പുതിയ റോഡല്ല. എന്നാൽ ഇത് കഴിഞ്ഞിട്ടുള്ള ഭാഗം MLA വർക്കിൽ 55 ലക്ഷം രൂപ മുടക്കി ഏതാണ്ട് 7 മാസക്കാലം മുമ്പ് ചെയ്ത റോഡാണ്. അതിനുശേഷം ഇൻ്റർലോക്ക് ചെയ്ത 2 റോഡുകൾ ഇപ്പോഴത്തെ 27-ാം വാർഡിൽ ആ 2 വർക്കുകൾ ഏതാണ്ട് 6 മാസത്തിന് മുമ്പ് ചെയ്തതാണ്. ആ വർക്ക് പൊളിക്കുമ്പോൾ അതിന് പൈസ നഗരസഭയിൽ കെട്ടിവെക്കണം. ഇത് ഈ ഞങ്ങൾ തടഞ്ഞിട്ടതിന് ശേഷം ബഹുമാനപ്പെട്ട കായംകുളത്തെ MLA ഞങ്ങളുമായി കൂടിയാലോചിച്ച് കരാറുകാരെ അടക്കം വിളിച്ചു വരുത്തി നഗരസഭാ അധികൃതരുമായി ചർച്ച ചെയ്ത് തീരുമാനമെടുത്തതാണ്. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറാണ്. ആ തീരുമാനമെന്ന് പറയുന്നത് ഇതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്തിട്ട് എത്രയാണോ എസ്റ്റിമേറ്റിൻ്റെ തുക അത് നഗരസഭയിൽ ഡിപ്പോസിറ്റ് ചെയ്ത് വർക്ക് ഓർഡർ ആക്കിയിട്ട് വേണം ഇത് പൊളിക്കേണ്ടത്. ഇപ്പോഴിത് പൊളിക്കാൻ വന്നപ്പോൾ ഞങ്ങൾ വീണ്ടും ഇത് തടഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. കഴിഞ്ഞ മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ് കാലത്തും അവരിതുപോലെ പൊളിച്ച് ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കി ഉള്ള റോഡുകൾ പൊളിക്കുന്ന ഒരവസ്ഥ ഉണ്ടായാൽ അത് ജനങ്ങൾ എതിരാവും. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ MLAക്ക് ജനങ്ങളെ എതിരാക്കുന്നതിൻ്റെ ഭാഗമാണ്. ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു MLA ആണ് കായംകുളത്തെ ശ്രീമതി പ്രതിഭ. അവരെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ പ്രദേശത്തടക്കം ചെയ്തിട്ടുണ്ട്. അവർ കൊണ്ടുവന്ന ഒട്ടനവധി പദ്ധതികൾ ഈ അമൃതം പദ്ധതി നടപ്പാക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. എന്നാൽ കരാറുകാർക്ക് ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ഇവിടുത്തെ നഗരസഭ ഒത്താശ ചെയ്താൽ ഞങ്ങളതിനെ ഏത് വിധേനയും ജനങ്ങൾക്കൊപ്പം നിന്ന് എതിർക്കും. പുതിയതായി പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് MLA ഫണ്ടിൽ നിന്നും നഗരസഭാ ഫണ്ടിൽ നിന്നും തുക ഉപയോഗിച്ച് നിർമ്മിച്ച റോഡുകൾ ഇളക്കേണ്ടി വരുന്നുണ്ട്. എന്നാൽ റോഡുകൾ പൂർവ്വസ്ഥിതിയിൽ ആക്കുന്നതിനുള്ള പണം എസ്റ്റിമേറ്റ് അനുസരിച്ച് നഗരസഭയിൽ നിക്ഷേപിക്കണം. പണം കെട്ടാതെ പണി ആരംഭിച്ചാൽ റോഡ് പൂർവ്വസ്ഥിതിയിലാകുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി CPM രംഗത്തെത്തിയത്. പണം ഒടുക്കിയതിനു ശേഷമല്ലാതെ പണി ആരംഭിച്ചാൽ അത് അനുവദിക്കുകയില്ല എന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് S. കേശുനാഥ് പറഞ്ഞു. A. സൈഫുദ്ദീൻ, K. പുക്കുഞ്ഞ്, ബിജു സൂര്യാസ്, ബാബു പനച്ചമൂടൻ തുടങ്ങിയവർ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. CDNet ന്യൂസ്, കായംകുളം.